ബിഗ് ബോസ് മലയാളം സീസൺ 8. അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 8 ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും പുതിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. കുറച്ചധികം അപ്ഡേറ്റുകൾ പറയാനായിട്ടുണ്ട്. കാരണം ഈ പറയുന്ന പോലെ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ആയിട്ട് ബിഗ് ബോസ് ബന്ധപ്പെട്ടുകൊണ്ട് വീഡിയോസ് ഇടുന്ന സമയത്ത് ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇപ്പൊ കോമണേഴ്സിനെ വിളിച്ചു തുടങ്ങിയോ, ഈ പറയുന്ന സെലിബ്രിറ്റി കണ്ടസ്റ്റൻസിന്റെ ഓഡീഷൻ ഒക്കെ എന്തായി, എപ്പോഴാണ് ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ കൃത്യമായിട്ട് ഇതിനെ ബന്ധപ്പെട്ടുകൊണ്ട് ഈ പറയുന്ന നമുക്ക് ഡേ ടു ഡേ ഇങ്ങനെ വീഡിയോസ് ഇടാനായിട്ട് പറ്റുന്നില്ല. വീട് പണിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ച് ഓട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ബിഗ് ബോസിനെ ബന്ധപ്പെട്ടുകൊണ്ട് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാനായിട്ട് ഈ ഒരു സീസണിൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്നുണ്ടെങ്കിൽ തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ 8നെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഫുൾ വീഡിയോ, അതായത് ഈ പറയുന്ന ഈ സെലിബ്രിറ്റി കണ്ടസ്റ്റൻസിനെ ബന്ധപ്പെട്ടുകൊണ്ട് കോമണേഴ്സ് കണ്ടസ്റ്റന്റിനെ, ഈ പറയുന്ന കോമണേഴ്സിന് എങ്ങനെയാണ് ഈ ഒരു സീസണിൽ പങ്കെടുക്കാനായിട്ട് പറ്റുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി ചെയ്യേണ്ടത്, ഇനി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുമോ, ഇതിനെയൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരു എൻറ്റയർ വീഡിയോ ആണ് ഇപ്പൊ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് നമുക്ക് സെലിബ്രിറ്റി കണ്ടസ്റ്റൻസിൽ ഏറ്റവും കൂടുതൽ ബിഗ് ബോസ് മലയാളം സീസൺ 8 എന്ന് വിളിക്കാനായിട്ട് സാധ്യതയുള്ള ബിഗ് ബോസിന്റെ പ്രയോറിറ്റി ലിസ്റ്റിലുള്ള കണ്ടസ്റ്റൻസ് ആരൊക്കെയാണെന്ന് ആദ്യം തന്നെ നോക്കാം. അതിനുശേഷം നമുക്ക് മറ്റ് കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോ ഈ പറയുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 8 ഏറ്റവും കൂടുതൽ ഈ പറയുന്ന പങ്കെടുക്കാൻ സാധ്യതയുള്ള 3 മേഖലകളിൽ നിന്ന് വരുന്ന സെലിബ്രിറ്റി കണ്ടസ്റ്റൻസ് ആണ്. ഒന്ന് സീരിയലിൽ നിന്ന് ഒരുപാട് പേര് ഈ പറയുന്ന സീസണിൽ ഭാഗമാവാനായിട്ട് സാധ്യതയുണ്ട്. അടുത്തതായിട്ട് സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നും 1-2 സീനിയർ ആക്ടറോ അല്ലെങ്കിൽ സീനിയർ ആക്ട്രസോ ഈ ഒരു സീസണിൽ പങ്കെടുക്കാനുള്ള സാധ്യതയുണ്ട്. ഏറ്റവും കൂടുതൽ സെലിബ്രിറ്റി കണ്ടസ്റ്റൻസ് വരുന്നത് ഓൺലൈൻ മീഡിയാസിൽ നിന്നാണ്. അതായത് യൂട്യൂബേഴ്സ്, ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സ്, അത്തരത്തിലുള്ള ആക്ടിവിസ്റ്റ്, അത്തരത്തിലുള്ള വ്യക്തികളിൽ നിന്നാണ് ഏറ്റവും കൂടുതലും ഈ ഒരു സീസണുകളിലേക്ക് പങ്കെടുക്കാനായിട്ടുള്ള സാധ്യത. അപ്പോ ഈ പറയുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 8ന്റെ പ്രയോറിറ്റി ലിസ്റ്റിലുള്ള കണ്ടസ്റ്റൻസ് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ പറയുന്ന എല്ലാ കണ്ടസ്റ്റൻസും ബിഗ് ബോസിന്റെ ഈ കഴിഞ്ഞ പല സീസണുകളിലും വിളിച്ചിട്ടുള്ള വ്യക്തികളാണ്. ഏകദേശം കൺഫേം ആയ വ്യക്തികളുണ്ട്. ഇവരെയൊക്കെ ഈ ഒരു സീസണിലും വിളിക്കാനായിട്ടുള്ള സാധ്യത ഏറ്റവും കൂടുതലാണ്. അപ്പൊ നമുക്ക് നോക്കാം ബിഗ് ബോസ് മലയാളം സീസൺ 8ലെ ആ പറയുന്ന സെലിബ്രിറ്റി കണ്ടസ്റ്റൻസ് ആരൊക്കെയാണ്. അപ്പോ സീരിയൽ മേഖലയിൽ നമുക്ക് ആദ്യം പറഞ്ഞു തുടങ്ങാം. സീരിയലിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിളിക്കാനായിട്ട് സാധ്യതയുള്ളതിൽ ഒന്നാമത്തെ പേര് രേഖ രതീഷാണ്. അതായത് സീനിയർ ആയിട്ടുള്ള ഒരു സീരിയൽ ആക്ട്രസ് ആണ്. നമ്മുടെ പരസ്പരം സീരിയൽ ഫെയിം ആണ്. പുള്ളിക്കാരത്തിയെ വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അടുത്തതായിട്ട് ഉപ്പും മുളകും ഫെയിം ആയിട്ടുള്ള ബിജു സൗബാനത്തിനെയും ഈ ഒരു സീസണിൽ വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അടുത്തതായിട്ട് മൂന്നാമത്തെ പേര് ഈ കഴിഞ്ഞ സീസണിലൊക്കെ വിളിച്ചിട്ടുള്ള അവന്തിക മോഹൻ, സീരിയൽ ആക്ട്രസ് ആണ്. ഒത്തിരി സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അവന്തിക മോഹനെയും ഈ ഒരു സീസണിൽ വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അടുത്തതായിട്ട് നാലാമത്തെ പേര് പരസ്പരം സീരിയലിലൂടെ വന്ന് ഇപ്പോ NDA സ്ഥാനാർത്ഥിയൊക്കെ ആയിട്ട് ഇലക്ഷനൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു, വിവേക് ഗോപൻ. പുള്ളിക്കാരനെയും ഈ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ 8ൽ വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അടുത്തതായിട്ട് അഞ്ചാമത്തെ പേര് ഞാൻ പറയുന്നത് സൂര്യ ടിവിയിലും ഏഷ്യാനെറ്റിലൊക്കെ ഒത്തിരി സീരിയലുകൾ അഭിനയിച്ചിട്ടുള്ള യുവ കൃഷ്ണ. പുള്ളിക്കാരനെയും ഈ ഒരു സീസണിൽ പങ്കെടുപ്പിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അടുത്തതായിട്ട് ഈ കഴിഞ്ഞ സീസണിൽ വിളിച്ച് ഏകദേശം കൺഫേം ആയിട്ട് അവസാന സമയത്ത് റിജക്റ്റ് ആയ ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു സിദ്ധാർത്ഥ് പ്രഭു. നമ്മുടെ ഉപ്പും മുളകിലും ഒക്കെ ആക്റ്റീവായിട്ട് അഭിനയിക്കുന്ന ഒരു വ്യക്തിയാണ്. സിദ്ധാർത്ഥ് പ്രഭുവിനെയും വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അടുത്തതായിട്ട് ഏഴാമത്തെ പേര് പറയുന്നത് നൂബിൻ ജോണി. അതായത് ഈ കഴിഞ്ഞ സീസണിൽ പങ്കെടുത്ത ബിന്നി സെബാസ്റ്റിന്റെ ഹസ്ബൻഡ് ആണ് നൂബിൻ ജോണി ഈ പറയുന്ന ബിഗ് ബോസ് ഹൗസിൽ ഫാമിലി വീക്കിന്റെ ഭാഗമായിട്ട് കയറിയിട്ടുള്ള വ്യക്തിയൊക്കെ തന്നെയാണ്. അപ്പൊ നൂബിൻ ജോണിയെയും വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അടുത്തതായിട്ട് എട്ടാമത്തെ പേര് പറയുന്നത് രാജീവ് ആണ്. അതായത് സ്വാന്തനം സീരിയലിൽ ബാലേട്ടൻ എന്ന് പറയുന്ന കഥാപാത്രം ചെയ്തിരുന്ന രാജീവിനെയും ഈ ഒരു സീസണിൽ വിളിക്കാനായിട്ട് സാധ്യതയുണ്ട്. അടുത്തതായിട്ട് ഈ കുറച്ച് നാളുകൾക്ക് മുമ്പ് സംപ്രേഷണം ചെയ്ത് അവസാനിപ്പിച്ച ഒരു സീരിയൽ ആക്ടർ ആയിട്ടുള്ള നലീഫ് ജിയ, പുള്ളിക്കാരനെയും ഈ ഒരു സീസണിൽ വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അടുത്തതായിട്ട് പത്താമത്തെ പേര് പറയുന്നത് ഒരു കോമഡി സീരിയൽ ആക്ടറൊക്കെ ആയിട്ടുള്ള അനീഷ് രവി ഒത്തിരി കോമഡി പ്രോഗ്രാമുകളിലും സീരിയലിലൊക്കെ ആയിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അനീഷ് രവിയെയും വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അടുത്തതായിട്ട് 11ാമത്തെ പേര് പറയുന്നത് ജീവൻ ഗോപാലാണ്. ജീവൻ ഗോപാലും ഒത്തിരി സീരിയലുകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ജീവൻ ഗോപാലിനെയും വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അടുത്തതായിട്ട് 12ാമത്തെ പേര് പറയുന്നത് നമ്മുടെ പണ്ടത്തെ ചന്ദനമഴ സീരിയൽ ഫെയിം ആയിട്ടുണ്ടായിരുന്ന ഷാലു കുര്യനും ഈ കഴിഞ്ഞ സീസണിലൊക്കെ വിളിച്ചിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. ഷാലു കുര്യനെയും നമുക്ക് ഈ ഒരു സീസണിൽ എക്സ്പെക്ട് ചെയ്യാം. അടുത്തതായിട്ട് 13ാമത്തെ പേര് ഞാൻ പറയുന്നത് ഐശ്വര്യ റംസായി. ഈ കഴിഞ്ഞ ഈ പറയുന്ന ഒരു സീരിയലിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് നാൾ മുമ്പ് പേര് ഞാൻ വിട്ടുപോയി. ആ ഒരു സീരിയലിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഐശ്വര്യ റംസായി. അപ്പൊ പുള്ളിക്കാരത്തിനെയും വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്.
ദെൻ അടുത്തതായിട്ട് നമ്മുടെ സിനിമാ താരങ്ങൾ ഏറ്റവും കൂടുതൽ ഈ ഒരു സീസണിൽ പങ്കെടുക്കാൻ സാധ്യതയുള്ള സിനിമാ താരങ്ങൾ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സിനിമാ താരങ്ങളിൽ ഞാൻ ഒന്നാമത്തെ പേര് പറയുന്നത് കഴിഞ്ഞ ഒരുപാട് സീസണുകളിൽ വിളിച്ചിട്ടുള്ള ഗായത്രി സുരേഷ്. ഗായത്രി സുരേഷിനെ ഈ പ്രാവശ്യം വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അടുത്തതായിട്ട് രണ്ടാമത്തെ പേര് ഈ കഴിഞ്ഞ സീസണിലൊക്കെ വിളിച്ചിട്ടുള്ള മാല പാർവതി. ഒത്തിരി സീരിയലുകളിൽ സീനിയർ ആക്ട്രസ് ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മാല പാർവതിയും വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അടുത്തതായിട്ട് ബിനീഷ് ബാസ്റ്റിൻ. ഒരുപാട് സിനിമകളിൽ ഗുണ്ടയായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. സ്റ്റാർ മാജിക്കിലൊക്കെ ഉണ്ടായിരുന്നു. ബിനീഷ് ബാസ്റ്റിനെയും വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അടുത്തതായിട്ട് നാലാമത്തെ പേര് സുബീഷ് സുധി. ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പൊക്കെ ഒത്തിരി കോൺട്രവേഴ്സിയൊക്കെ പുള്ളിക്കാരൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു സിനിമ ബന്ധപ്പെട്ടുകൊണ്ട് സുബീഷ് സുധിയെയും വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അടുത്തതായിട്ട് അഞ്ചാമത്തെ പേര് ഞാൻ പറയുന്നത് അഞ്ജു കുര്യൻ. അഞ്ജു കുര്യൻ കുറച്ച് നാളുകൾക്ക് മുമ്പൊക്കെ ആക്റ്റീവായിട്ട് സിനിമയിൽ അഭിനയിച്ചിരുന്ന ഒരു ആക്ട്രസ് ആണ്. ഇപ്പോൾ ഭയങ്കരമായിട്ട് സിനിമ വേണ്ട എന്ന് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല ആക്റ്റീവാണ് പുള്ളിക്കാരത്തി. അഞ്ജു കുര്യൻ ഇപ്പോ ബിഗ് ബോസിലേക്ക് വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അടുത്തതായിട്ട് ആറാമത്തെ പേര് പറയുന്നത് ഈ കഴിഞ്ഞ മിക്ക സീസണുകളിലും വിളിച്ചിട്ടുള്ള പ്രിയങ്ക അനൂപ്. പ്രിയങ്ക അനൂപ് പണ്ടൊക്കെ ഒരുപാട് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. പ്രിയങ്ക അനൂപിനെയും വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അടുത്തതായിട്ട് ഏഴാമത്തെ പേര് ഞാൻ പറയുന്നത് അഞ്ജലി നായർ. അഞ്ജലി നായർ ഈ കഴിഞ്ഞ ഇലക്ഷനിൽ NDA സ്ഥാനാർത്ഥിയായിട്ട് ചക്ക ചക്ക എന്നൊക്കെ പറഞ്ഞ് അഭിനയിച്ചിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. മത്സരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അഭിനയം നായിപ്പോയി. അപ്പോൾ അഞ്ജലി നായറിനെയും വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അടുത്തതായിട്ട് ഓൺലൈൻ മീഡിയ. നമുക്ക് ഏറ്റവും കൂടുതൽ എല്ലാ സീസണുകളിലും ബിഗ് ബോസിൽ പങ്കെടുക്കുന്ന ഒരു മേഖലയാണ് ഓൺലൈൻ മീഡിയ. അപ്പോൾ ഓൺലൈൻ മീഡിയയിൽ ഏറ്റവും കൂടുതൽ പങ്കെടുക്കാൻ പറ്റിയ ഈ പറയുന്ന സോഷ്യൽ മീഡിയ സെലിബ്രിറ്റീസ് ആരൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പേര് തൊപ്പി. നമ്മുടെ തൊപ്പിയെ ഈ പറയുന്ന കുറെ കേസും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരന്റെ പേരിലുണ്ട്. അപ്പോൾ അറസ്റ്റ് ചെയ്തില്ല എങ്കിൽ, പോലീസ് പിടിച്ചില്ല എങ്കിൽ ബിഗ് ബോസിൽ വിളിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഭയങ്കര പേയ്മെന്റ് ഒക്കെ ആയിരിക്കും, പക്ഷെ കണ്ടന്റ് ഉണ്ടാവും. അടുത്തതായിട്ട് രണ്ടാമത്തെ പേര് ഞാൻ പറയുന്നത് നമ്മുടെ ജിയോ ജോസഫ് ആണ്. എംഫോടെക്കിലെ ജിയോ ജോസഫ് ഈ കഴിഞ്ഞ ഏഷ്യാനെറ്റിന്റെ കുക്ക് വിത്ത് കോമഡിയിലൊക്കെ ഉണ്ടായിരുന്നു. ജിയോ ജോസഫിനെയും വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അടുത്തതായിട്ട് മൂന്നാമത്തെ പേര് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഇടക്കിടക്ക് വന്ന് കോൺട്രവേഴ്സീസ് ക്രിയേറ്റ് ചെയ്യുന്ന ഹെലനോസ് പാട്ട. പുള്ളിക്കാരത്തെയും ഈ ഒരു സീസണിൽ വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അടുത്തത് നാലാമത്തെ പേര് മറ്റാരുമല്ല, സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ആയിട്ടുള്ള ദീപക് മോഹൻ. ദീപക് മോഹനെയും ഈ കഴിഞ്ഞ സീസണിലൊക്കെ വിളിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ദീപക് മോഹനെ ഈ ഒരു സീസണിലും വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അടുത്തതായിട്ട് അപർണ തോമസ്. അപർണ തോമസും ഈ കഴിഞ്ഞ സീസണിലൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സോഷ്യൽ മീഡിയ സെലിബ്രിറ്റിയാണ്. അപർണ തോമസിനെയും നമുക്ക് ഈ ഒരു സീസണിൽ എക്സ്പെക്ട് ചെയ്യാം. അടുത്തതായിട്ട് ശ്രീവിദ്യ മുല്ലശ്ശേരി. ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാമുകളിലും ഒത്തിരി റിയാലിറ്റി ഷോകളിലൊക്കെ മത്സരിച്ചിട്ടുള്ള പങ്കെടുത്തിട്ടുള്ള, മത്സരം വേണ്ട അഭിനയം വേണ്ട, പങ്കെടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ശ്രീവിദ്യ മുല്ലശ്ശേരി. ഒരു യൂട്യൂബറൊക്കെയാണ്. അപ്പൊ പുള്ളിക്കാരത്തിനെയും വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അടുത്തതായിട്ട് ഏഴാമത്തെ പേര് ബൈജൂസ് വ്ലോഗ്. നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഏതൊരു കോൺട്രവേഴ്സി വീഡിയോ വന്നു കഴിഞ്ഞാലും ഫസ്റ്റ് റിയാക്ട് ചെയ്യുന്നത് ഈ പുള്ളിയാണ്. അപ്പോ ബൈജൂസ് വ്ലോഗിനെയും ഈ ഒരു സീസണിലേക്ക് വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അടുത്തതായിട്ട് എട്ടാമത്തെ പേര് ഞാൻ പറയുന്നത് ശ്രീലക്ഷ്മി അറക്കൽ. ഈ കഴിഞ്ഞ ഒത്തിരി സീസണുകളിൽ വിളിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആക്ടിവിസ്റ്റ് ആണ്. ശ്രീലക്ഷ്മി അറക്കലിനെ ഈ ഒരു സീസണിൽ വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അടുത്തതായിട്ട് അശ്വിനി നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ പല പല വീഡിയോസ് ഇട്ട് 1 കോടി രൂപയോളം മാസം സമ്പാദിച്ചിരുന്ന ഒരു ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ ഒക്കെയാണ്. പിന്നെ ഇടക്കാലത്ത് വെച്ച് അക്കൗണ്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അശ്വിനിയെയും വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം കണ്ടന്റുകൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അടുത്തതായിട്ട് 10ാമത്തെ പേര് ബിഗ് ബോസിൽ എല്ലാവരും വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ടുള്ള രാഹുൽ ഈശ്വർ. ഒത്തിരി രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ട്. ഒരു ആക്ടിവിസ്റ്റ് ആണ് രാഹുൽ ഈശ്വരും. ഈ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ 8 ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു വ്യക്തിയാണ്. അടുത്തതായിട്ട് 11ാമത്തെ പേര് ഞാൻ പറയുന്നത് റോഹൻ ലോണ. ഈ കഴിഞ്ഞ സീസണിലൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഇന്റർവ്യൂ ആങ്കർ ഒക്കെയാണ്. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ഒത്തിരി പേര് ആങ്കർ ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ആങ്കറാണ്. അപ്പൊ റോഹൻ ലോണയും വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അടുത്തതായിട്ട് 12ാമത്തെ പേര് വിനു വിജയ്. വിനു വിജയ് നമുക്കറിയാം അനുമോളുടെയും ജിൻഡോന്റെയും അഖിൽ മാരാറിന്റെ ഒക്കെ PR ആയിരുന്നു. വിനു PR എടുത്ത് എല്ലാവരും ബിഗ് ബോസിൽ കപ്പെടുത്തിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ പ്രാവശ്യം വിനു വിജയിനെ ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് പങ്കെടുപ്പിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമുക്ക് നോക്കാം. അടുത്തതായിട്ട് 13ാമത്തെ പേര് സഞ്ജു ടെക്കി. സഞ്ജു ടെക്കി നമുക്കറിയാം പണ്ടൊക്കെ ഭയങ്കര വ്യൂവർഷിപ്പ് ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു പയ്യനാണ്. ഇപ്പോൾ യൂട്യൂബിലൊക്കെ അധികം വ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ എന്തൊക്കെയാണെങ്കിലും സഞ്ജു ടെക്കിയെയും വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അടുത്തതായിട്ട് 14ാമത്തെ പേര് വിളിച്ചാൽ വരുമെന്നറിയില്ല, അശ്വന്ത് കോക്ക്.
അശ്വന്ത് കോക്കിനെയും ബിഗ് ബോസ് എന്തായാലും കോണ്ടാക്ട് ചെയ്യുമെന്ന് തോന്നുന്നു. കാരണം ഈ ഇടക്കാലത്ത് വെച്ച് നല്ല നല്ല കോൺട്രവേഴ്സികളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പൊതുവെ പുള്ളിക്കാരൻ എന്ത് വീഡിയോ ഇട്ട് കഴിഞ്ഞാലും നല്ല വൈറല. അപ്പൊ അത്യാവശ്യം കണ്ടന്റ് ഉണ്ടാവും. ദെൻ അടുത്തതായിട്ട് 15ാമത്തെ പേര് ഞാൻ പറയുന്നത് നമ്മുടെ ശിവാംഗിയാണ്. ശിവാംഗി നമുക്കറിയാം സോഷ്യൽ മീഡിയയിലൊക്കെ ഈ അടുത്ത കാലത്ത് ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ശിവാംഗിയെയും വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ബിഗ് ബോസിൽ ഒരു സ്റ്റേജ് പ്രോഗ്രാമിന്റെ ഭാഗമൊക്കെ ആയിട്ട് ശിവാംഗി പങ്കെടുത്തിട്ടുണ്ടായിരുന്നു പണ്ട്. അപ്പൊ ഓക്കെ, ഇത്രയും പേരൊക്കെയാണ് ഓൺലൈൻ മീഡിയാസ്, സീരിയൽ താരങ്ങൾ, സിനിമാ താരങ്ങൾ, ഇവരെയൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് വരാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യത. ഇനിയിപ്പോ ബിഗ് ബോസ് മലയാളം സീസൺ 8ന്റെ ട്രെൻഡ് അനുസരിച്ചുകൊണ്ട്, അതായത് ബിഗ് ബോസ് ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ അനുസരിച്ചുകൊണ്ട് LGBTQIA കമ്മ്യൂണിറ്റി കുറച്ച് വ്യക്തികൾ വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ LGBTQ കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ 8ൽ പങ്കെടുക്കാനായിട്ട് ഏറ്റവും സാധ്യതയുള്ള ഒന്നാമത്തെ വ്യക്തിയാണ് ജാസിൽ ജാസി. പുള്ളിക്കാരൻ ബിഗ് ബോസിന്റെ പല പ്രയോറിറ്റി ലിസ്റ്റിലും അല്ലെങ്കിൽ പല പ്രൊഡിക്ഷൻ ലിസ്റ്റുകളിലും ഒരു സജീവ സാന്നിധ്യമാണ്. ജാസിൽ ജാസിയെ വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദെൻ അടുത്തതായിട്ട് LGBTQ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഇതിനു മുമ്പുള്ള പല സീസണുകളിലും വിളിച്ചിട്ടുള്ള ശീതൽ ശ്യാം. ഈ പറയുന്ന ശീതൽ ശ്യാമിനെയും ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളത്തിൽ വിളിക്കാനായിട്ട് സാധ്യതയുണ്ട്. അടുത്തതായിട്ട് ഈ പറയുന്ന ഒരു ട്രാൻസ്ജെൻഡർ മോഡൽ ആയിട്ടുള്ള ദീപ്തി കല്യാണി, ഈ പുള്ളിക്കാരത്തിനെയും വിളിച്ചു നോക്കാനായിട്ടുള്ള സാധ്യതയാണ് ഇപ്പൊ കാണുന്നത്. പല പ്രൊഡിക്ഷൻ ലിസ്റ്റിലും കാണുന്ന ഒരു പേര് കൂടിയാണ് ദീപ്തി കല്യാണി. അപ്പോ LGBTQIA കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഈ പറയുന്ന 3 വ്യക്തികളുടെ പേരാണ് പറയുന്നത്. ഇനിയും കുറച്ച് പേരുണ്ട്, അതിപ്പോ നമുക്ക് പറയുന്നില്ല, അടുത്ത വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് പറയാം. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ഒരു സീസണിൽ, അതായത് ബിഗ് ബോസ് മലയാളം സീസൺ 8ല് ഒരു ബിഗ് ബോസ് റിവ്യൂവറിനെ പങ്കെടുപ്പിക്കും എന്നൊരു ന്യൂസ് കേൾക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ബിഗ് ബോസിൽ പോകാനായിട്ട് ഏറ്റവും പറ്റിയ എനിക്ക് പേഴ്സണലി അറിയുന്ന ഒരു ബിഗ് ബോസ് റിവ്യൂവർ ആണ് നമ്മുടെ BB മല്ലു ടോക്സിലെ രേവതി ചേച്ചി. രേവതി ചേച്ചി ഒരു പ്രഡിക്ഷൻ ഒന്നുമല്ല, ഈ പറയുന്ന ബിഗ് ബോസ് റിവ്യൂവേഴ്സിനെ ബിഗ് ബോസിൽ പങ്കെടുപ്പിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഈ പറയുന്ന രേവതി ചേച്ചി ആയിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. ഒരു പ്രാവശ്യം ബിഗ് ബോസ് ഹൗസിൽ കയറിയിട്ടുള്ള ഒരു ബിഗ് ബോസ് റിവ്യൂവർ ഒക്കെയാണ്. അപ്പോ ഈ പറയുന്ന ഇത്രയും പേരുകൾ ഞാൻ ഏകദേശം ഇപ്പൊ ഒരു 10-35 പേരുകൾ ടോട്ടൽ പറഞ്ഞായിരുന്നു. ഈ പറയുന്ന 35 പേരും വരുമെന്നൊന്നുമല്ല, ഈ പ്രാവശ്യം കോമണേഴ്സ് വാസസ് സെലിബ്രിറ്റി മത്സരമാണ് ബിഗ് ബോസിൽ വരാനായിട്ട് പോകുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഇവരെയൊക്കെ വരാനായിട്ടാണ് സാധ്യത. കാരണം അത്യാവശ്യം കണ്ടന്റ് കൊടുക്കുന്ന, അല്ലെങ്കിൽ ഇതുവരെയും ബിഗ് ബോസിന്റെ പ്രയോറിറ്റി ലിസ്റ്റിലുള്ള, ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞാൽ ബിഗ് ബോസിനും ഏഷ്യാനെറ്റിനും കാണുന്ന നമുക്കും ഒരു കണ്ടന്റ് കിട്ടുന്ന കുറച്ച് വ്യക്തികളുടെ പേരുകളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇവരൊക്കെ തന്നെയായിരിക്കും ബിഗ് ബോസിൽ ഈ പ്രാവശ്യം വരാനായിട്ട് പോകുന്നത് എന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇത് ജസ്റ്റ് ഒരു പ്രഡിക്ഷൻ ലിസ്റ്റ് മാത്രമാണ്. ഇതൊരു ഞാൻ എവിടെ നിന്നും ഒരു ലീക്കൊന്നും കിട്ടിയിട്ട് പറയുന്ന കാര്യമൊന്നുമല്ല. ഇത് ജസ്റ്റ് ഒരു പ്രഡിക്ഷൻ ലിസ്റ്റ് മാത്രമാണ്. ഈ കഴിഞ്ഞ സീസണിൽ വിളിച്ചതും ഈ സീസണിൽ വിളിക്കാൻ സാധ്യത ഉള്ളതുമായിട്ടുള്ള കുറച്ചധികം വ്യക്തികളുടെ പേര് കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു പ്രഡിക്ഷൻ ലിസ്റ്റ്, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഏകദേശം ഒരു 10-35ഓളം വ്യക്തികളുടെ പേര് ഞാൻ പറഞ്ഞു. ഇതിൽ നിന്ന് വരാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആരൊക്കെയാണ് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ദെൻ അതിനുശേഷം ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് കോമണേഴ്സ് എൻട്രി എന്താ എന്നുള്ള കാര്യം. കോമണേഴ്സിനെ ബന്ധപ്പെട്ടുകൊണ്ട് കിട്ടുന്ന അപ്ഡേറ്റ് എന്ന് പറയുന്നത് കോമണേഴ്സ് ഈ പ്രാവശ്യം 10 പേരോളം ഉണ്ടാവും. ഇത് കേട്ട് നിങ്ങൾ ഞെട്ടൊന്നും വേണ്ട, 10 കോമണേഴ്സിനെ വരെയും ഈ പ്രാവശ്യം കൊണ്ടുവരാനായിട്ട് സാധ്യതയുണ്ടെന്നാണ് കേട്ടുകേൾവി. 10 ഒരു 5 മേലെ എന്തായാലും ഉണ്ടാവും. ഇപ്പൊ കോമണേഴ്സിന് വേണ്ടി വരാൻ പോകുന്ന അഗ്നിപരീക്ഷ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ബിഗ് ബോസിൽ നിന്ന് ഏകദേശം ഒരു 45 പേരെ സെലക്ട് ചെയ്യുമെന്നാണ് അറിഞ്ഞത്. അതായത് ഒരു 200 പേരോളം വരുന്ന വ്യക്തികൾക്ക് കോള് പോവും. അതിൽ നിന്ന് 100 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. അതിൽ നിന്ന് 45 പേരെ ആയിരിക്കും ഈ പറയുന്ന പ്രോഗ്രാമിലേക്ക് കണ്ടസ്റ്റൻസ് ആയിട്ട് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് സ്പോൺസർഷിപ്പിൽ വന്ന വ്യക്തികളും ഉണ്ടാവും. അതായത് ഇപ്പോൾ വൈറ്റ് ഗോൾഡിന്റെ ഒരു അഡ്വർടൈസ്മെന്റ് കണ്ടില്ലേ, അപ്പോൾ അത്തരത്തിലുള്ള ഈ പറയുന്ന അഗ്നിപരീക്ഷ ഫാസ്റ്റ് ട്രാക്ക് എൻട്രിയിലൂടെ വന്ന വ്യക്തികളും ഇതിനകത്ത് ഉണ്ടാവും. അതിൽ നിന്ന് ഏകദേശം 3 പേരെ വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ 3 പേരെ ഈ പറയുന്ന അഗ്നിപരീക്ഷ പ്രോഗ്രാമിന്റെ ജഡ്ജസ് ആയിട്ടിരിക്കുന്ന വ്യക്തികളും സെലക്ട് ചെയ്യും. ടോട്ടൽ 6 പേരെ ബിഗ് ബോസിലേക്ക് കയറ്റും എന്നൊരു അപ്ഡേറ്റ് ആണ് ഇപ്പൊ എനിക്ക് കിട്ടുന്നത്. ഇത് പൂർണ്ണമായിട്ടും സത്യമൊന്നുമല്ല, ഈ പറയുന്ന പോലെ നമുക്ക് കിട്ടുന്ന റൂമേഴ്സ് ആണ്. കാരണം ഈ പറയുന്ന ഓഡിഷൻ ഗോളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഏകദേശം ആ ഒരു പരിപാടിയോട് അടുക്കുമ്പോഴായിരിക്കും കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ് കിട്ടുന്നത്. ഇപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യം ഇതിനു മുമ്പുള്ള പല ഭാഷകളിലും ഇത്തരത്തിൽ അഗ്നിപരീക്ഷ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ എടുത്തിരിക്കുന്ന ഒരു ഫോർമാറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോ പറഞ്ഞത്. ഏകദേശം ഒരു 45 പേരെ പങ്കെടുപ്പിക്കും. 3 പേരെ വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ സെലക്ട് ചെയ്യും. 3 പേരെ ആ ഒരു പ്രോഗ്രാമിന്റെ ജഡ്ജസ് ആയിട്ടിരിക്കുന്ന വ്യക്തികളായിരിക്കും സെലക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ടോട്ടൽ 6 പേരെ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറ്റും. കോമണേഴ്സ് വാസസ് സെലിബ്രിറ്റി കണ്ടസ്റ്റൻസിന്റെ ഒരു ഫൈറ്റ് നമുക്ക് ബിഗ് ബോസിൽ കാണാനായിട്ട് സാധിക്കും. അങ്ങനെയൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു സീസൺ വരാനായിട്ട് പോകുന്നതെന്ന്.
ഈ കഴിഞ്ഞ സീസണിലൊക്കെ ബിഗ് ബോസ് 7ലും 6ലൊക്കെ നമ്മൾ റിവ്യൂ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ഇരുന്ന് തപ്പും. എല്ലാ വീഡിയോസും ലീക്കായിട്ട് കിട്ടുന്ന വാർത്തകളും സോഷ്യൽ മീഡിയയിൽ ബിഗ് ബോസ് ബന്ധപ്പെട്ട് വരുന്ന വീഡിയോസും എല്ലാ വാർത്തകളും, അതുപോലെ ബിഗ് ബോസിൽ നമുക്ക് അറിയുന്ന വ്യക്തികളെയൊക്കെ വിളിച്ച് അതിൽ പങ്കെടുത്ത എക്സ് കണ്ടസ്റ്റൻസിനെയൊക്കെ അറിയുന്നവരെയൊക്കെ കോൺടാക്ട് ചെയ്ത് എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്യാനായിട്ട് നോക്കും. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഈ പറയുന്ന വീട് പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അധികം അപ്ഡേറ്റുകൾ കളക്ട് ചെയ്യാനായിട്ട് ഈ ഒരു സീസണിൽ പറ്റിയിട്ടില്ല. അതിന്റെ ഒരു ബുദ്ധിമുട്ടാണ് വീഡിയോസ് ഇടാനും പറ്റാത്തത്. ഇപ്പോൾ ഇതൊക്കെ തന്നെ ഈ കഴിഞ്ഞ സീസണിലൊക്കെ വിളിച്ചിട്ടുള്ള പല വ്യക്തികളുടെയും പേരൊക്കെ ചേർത്തിട്ടാണ് ഈ ഒരു പ്രൊഡിക്ഷൻ ലിസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോ എന്തായാലും നമുക്ക് വരും സമയങ്ങളിൽ ബിഗ് ബോസ് മലയാളം സീസൺ 8 ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായിട്ടുള്ള അപ്ഡേറ്റുകൾ കളക്ട് ചെയ്തിട്ട് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ എല്ലാം അറിഞ്ഞതിന് ശേഷം ചെയ്യുന്നതായിരിക്കും. അത് കുറച്ച് ടൈം എടുക്കും. എന്തായാലും ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എല്ലാ അപ്ഡേറ്റുകളും അറിഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്യാം. അതുപോലെ തന്നെ ഈ പറയുന്ന സെലിബ്രിറ്റി കണ്ടസ്റ്റൻസിനെയും കോമണേഴ്സ് കണ്ടസ്റ്റൻസിനെയും വിളിച്ചു തുടങ്ങിയതാണ് ഇപ്പൊ കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ ഓഡീഷൻ കോൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ അപ്ലൈ ചെയ്ത് വെച്ചോളൂ. ഇനിയും അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഓരോരോ ലിങ്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. നമ്മുടെ വൈറ്റ് ഗോൾഡിന്റെ ഒരു സ്പോൺസർഷിപ്പിൽ വീണ്ടും കോമണേഴ്സിനെ സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും അവസരങ്ങളുണ്ട്. അപ്പൊ അതനുസരിച്ച് ഓരോരുത്തരും ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ ഈ പറയുന്നത് പോലെ കോമണേഴ്സ് എൻട്രിക്ക് വേണ്ടി സെലക്ട് ചെയ്തവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഫേക്ക് ആയിട്ടുള്ള ഫോൺ കോൾസും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഏഷ്യാനെറ്റിന്റെ ഭാഗത്തു നിന്നാണെന്ന് കൃത്യമായിട്ട് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബിഗ് ബോസ് മലയാളം സീസൺ 8 ബന്ധപ്പെട്ടുകൊണ്ട് പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്താണെന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കുക. താങ്ക്